ഇന്നത്തെ വീഡിയോയിൽ 2023 ജൂൺ മാസത്തെ കറണ്ട് അഫയേഴ്സാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. കേരളത്തിലെ ആദ്യ ISO സർട്ടിഫൈഡ് കളക്ടറേറ്റ് ഏതാണ്? കേരളത്തിലെ ആദ്യ ISO സർട്ടിഫൈഡ് കളക്ടറേറ്റ് കോട്ടയം ജില്ലയിലെ കളക്ടറേറ്റാണ് കേരളത്തിലെ ആദ്യ ISO സർട്ടിഫൈഡ് കളക്ടറേറ്റ്. അടുത്ത ചോദ്യം, രക്തദാനത്തിന് വിദ്യാർത്ഥികൾക്ക് അവധിയും അറ്റൻഡൻസും അനുവദിച്ച കേരളത്തിലെ ആദ്യ സർവകലാശാല ഏതാണ്? രക്തദാനത്തിന് വിദ്യാർത്ഥികൾക്ക് അവധിയും അറ്റൻഡൻസും അനുവദിച്ച ആദ്യ സർവകലാശാല ഏതാണ്? ഉത്തരം കേരള സർവകലാശാല. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ ലിഫ്റ്റ് ബ്രിഡ്ജ് നിർമ്മിക്കുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ കരിക്കകത്ത് പാർവതി പുത്തനാറിന് കുറുകെയാണ് കേരളത്തിലെ ആദ്യ ലിഫ്റ്റ് ബ്രിഡ്ജ് നിർമ്മിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ കരിക്കകത്ത് പാർവതി പുത്തനാറിന് കുറുകെയാണ് കേരളത്തിലെ ആദ്യ ലിഫ്റ്റ് ബ്രിഡ്ജ് നിർമ്മിക്കുന്നത്. ഇ.ടി. അച്യുതൻ സ്മാരക അന്താരാഷ്ട്ര പഠന ഗവേഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? ഇ.ടി. അച്യുതൻ സ്മാരക അന്താരാഷ്ട്ര പഠന ഗവേഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം കൊല്ലം ജില്ലയിലെ പുത്തൂരാണ് ഇ.ടി. അച്യുതൻ സ്മാരക അന്താരാഷ്ട്ര പഠന ഗവേഷണ കേന്ദ്രം നിലവിൽ വരുന്നത്. കേരളത്തിലെ രണ്ടാമത്തെ സിഖ് ഗുരുദ്വാര സ്ഥാപിക്കപ്പെടുന്നത് എവിടെയാണ്? കേരളത്തിലെ രണ്ടാമത്തെ സിഖ് ഗുരുദ്വാര സ്ഥാപിക്കപ്പെടുന്നത് എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ കരമനയിലാണ് കേരളത്തിലെ രണ്ടാമത്തെ സിഖ് ഗുരുദ്വാര സ്ഥാപിക്കപ്പെടുന്നത്. അടുത്ത ചോദ്യം, കേരള പോലീസിൻ്റെ സിറ്റിസൺ സർവീസ് പോർട്ടലിൻ്റെ പേര് എന്താണ്? കേരള പോലീസിൻ്റെ സിറ്റിസൺ സർവീസ് പോർട്ടലിൻ്റെ പേര് ഉത്തരം തുണ. അടുത്ത ചോദ്യം, SSLC +2 പാതിവഴിയിൽ പഠനം മുടങ്ങിയവർക്ക് പരാജയപ്പെട്ടവർക്കും സൗജന്യ തുടർപഠനം ലഭ്യമാകുന്ന കേരള പോലീസിൻ്റെ പദ്ധതി ഏതാണ്? SSLC +2 എന്നിവ പാതിവഴിയിൽ പഠനം മുടങ്ങിയവർക്കും പരാജയപ്പെട്ടവർക്കും സൗജന്യ തുടർപഠനം ലഭ്യമാകുന്ന കേരള പോലീസിൻ്റെ പദ്ധതി ഏതാണ്? ഉത്തരം ഹോപ്പ്. അടുത്ത ചോദ്യം, കേരള സാഹിത്യ അക്കാദമിയുടെ 2023 മലയാളം വിഭാഗത്തിലെ ബാലസാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? കേരള സാഹിത്യ അക്കാദമിയുടെ 2023 മലയാളം വിഭാഗത്തിലെ ബാലസാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? പ്രിയ എസിൻ്റെ പെരുമഴയത്തെ കുഞ്ഞിതളുകൾ എന്ന കൃതിക്കാണ് അവാർഡ് ലഭിച്ചത്. പ്രിയ എസിൻ്റെ പെരുമഴയത്തെ കുഞ്ഞിതളുകൾ എന്ന കൃതിക്കാണ് അവാർഡ് ലഭിച്ചത്. അടുത്ത ചോദ്യം, കനൽ വഴിയിലൂടെ എന്നത് ഏത് പ്രമുഖ രാഷ്ട്രീയ നേതാവിൻ്റെ ആത്മകഥയാണ്? കനൽ വഴികളിലൂടെ എന്നത് ഏത് പ്രമുഖ രാഷ്ട്രീയ നേതാവിൻ്റെ ആത്മകഥയാണ്? സി ദിവാകരൻ്റെ ആത്മകഥയാണ് കനൽ വഴികളിലൂടെ എന്നത്. കനൽ വഴികളിലൂടെ എന്നത്. അടുത്ത ചോദ്യം, നീതി എവിടെ എന്ന സർവീസ് സ്റ്റോറി രചിച്ച മുൻ കേരള പോലീസ് മേധാവി ആരാണ്? നീതി എവിടെ എന്ന സർവീസ് സ്റ്റോറി രചിച്ച മുൻ കേരള പോലീസ് മേധാവി ആരാണ്? ഉത്തരം ഹേമചന്ദ്രനാണ് നീതി എവിടെ എന്ന സർവീസ് സ്റ്റോറി രചിച്ചത്. അടുത്ത ചോദ്യം, ഈശ്വര വഴക്കില്ലല്ലോ എന്ന കൃതി രചിച്ച സിനിമാ താരം ആരാണ്? ഈശ്വര വഴക്കില്ലല്ലോ എന്ന കൃതി രചിച്ച സിനിമാ താരം ആരാണ്? ഉത്തരം സലീം കുമാർ എഴുതിയ പുസ്തകമാണ് ഈശ്വര വഴക്കില്ലല്ലോ. അടുത്ത ചോദ്യം, കേരളത്തിലെ പാട്ടുഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ട പഞ്ചായത്ത് ഏതാണ്? കേരളത്തിലെ പാട്ടുഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ട പഞ്ചായത്ത് ഏതാണ്? ഉത്തരം പാലക്കാട് ജില്ലയിലെ വാൽമുട്ടിയാണ് കേരളത്തിലെ ആദ്യ പാട്ടുഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ടത്. അടുത്ത ചോദ്യം, വിളർച്ചമുക്ത കേരളത്തിനായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? വിളർച്ചമുക്ത കേരളത്തിനായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? ഉത്തരം വിവ കേരളം എന്ന ക്യാമ്പയിനിലൂടെ ലക്ഷ്യം കൈവരിച്ച ആദ്യ പഞ്ചായത്ത് ഏതാണ്? വിവ കേരളം എന്ന ക്യാമ്പയിനിലൂടെ ലക്ഷ്യം കൈവരിച്ച ആദ്യ പഞ്ചായത്ത് ഏതാണ്? ഉത്തരം പത്തനംതിട്ട ജില്ലയിലെ മൈലപ്ര. കേന്ദ്ര ജലശക്തി വകുപ്പ് നൽകുന്ന ജലശക്തി പുരസ്കാരം 2023 ലഭിച്ച കേരളത്തിലെ പഞ്ചായത്ത് ഏതാണ്?
കേന്ദ്ര ജലശക്തി വകുപ്പ് നൽകുന്ന ജലശക്തി പുരസ്കാരം 2023 ലഭിച്ച കേരളത്തിലെ പഞ്ചായത്ത് ഏതാണ്? ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ മാണിക്കൽ പഞ്ചായത്ത്. തിരുവനന്തപുരം ജില്ലയിലെ മാണിക്കൽ പഞ്ചായത്ത്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഗ്രാമങ്ങളിൽ ജനങ്ങൾക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്നതിനുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? കേരളത്തിലെ ഗ്രാമങ്ങളിൽ ജനങ്ങൾക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്നതിനുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ഉത്തരം സന്തോഷം ഗ്രാമം. സന്തോഷം ഗ്രാമം. അടുത്ത ചോദ്യം, സന്തോഷം ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെത്തുന്നവരെ സഹായിക്കുന്നതിനായി ഹോസ്റ്റസുമാരെ നിയോഗിച്ച പഞ്ചായത്ത് ഏതാണ്? സന്തോഷം ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെത്തുന്നവരെ സഹായിക്കുന്നതിനായി ഹോസ്റ്റസുമാരെ നിയോഗിച്ച പഞ്ചായത്ത് ഏതാണ്? ഉത്തരം വയനാട് ജില്ലയിലെ അമ്പലവയൽ. വയനാട് ജില്ലയിലെ അമ്പലവയൽ. അടുത്ത ചോദ്യം, 2023 അന്തരിച്ച ഡോക്ടർ വെള്ളായണി അർജുനൻ ഏത് മേഖലയിൽ പ്രസിദ്ധനായിരുന്നു? 2003 അന്തരിച്ച ഡോക്ടർ വെള്ളായണി അർജുനൻ ഏത് മേഖലയിൽ പ്രസിദ്ധനായിരുന്നു? ഉത്തരം ഭാഷാ പണ്ഡിതൻ. ഭാഷാ പണ്ഡിതനായിരുന്നു ഡോക്ടർ വെള്ളായണി അർജുനൻ. അടുത്ത ചോദ്യം, 2023 ജൂണിൽ മരണപ്പെട്ട സി ശങ്കരനാരായണ മേനോൻ ഏത് മേഖലയിൽ പ്രശസ്തനാണ്? മരണപ്പെട്ട സി ശങ്കരനാരായണ മേനോൻ ഏത് മേഖലയിൽ പ്രശസ്തനാണ്? ഉത്തരം കളരിപ്പയറ്റ്. കളരിപ്പയറ്റിൽ പ്രസിദ്ധനാണ് സി ശങ്കരനാരായണ മേനോൻ. അടുത്ത ചോദ്യം, പകർച്ചപ്പനി ഉൾപ്പെടെയുള്ള ആരോഗ്യ സംബന്ധമായ അന്വേഷണങ്ങൾക്കായി കേരള സർക്കാർ രൂപീകരിച്ച കോൾ സെൻ്ററിൻ്റെ പേര്? പകർച്ചപ്പനി ഉൾപ്പെടെയുള്ള ആരോഗ്യ സംബന്ധമായ അന്വേഷണങ്ങൾക്കായി കേരള സർക്കാർ രൂപീകരിച്ചിട്ടുള്ള കോൾ സെൻ്ററിൻ്റെ പേര് ദിശ. കോൾ സെൻ്ററിൻ്റെ പേരാണ് ദിശ. 2023 വെസ്റ്റ് നൈൽ പനി ബാധിച്ചുള്ള ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തത് ഏത് ജില്ലയിലാണ്? 2023 വെസ്റ്റ് നൈൽ പനി ബാധിച്ചുള്ള ആദ്യം മരണം റിപ്പോർട്ട് ചെയ്തത് ഏത് ജില്ലയിൽ? ഉത്തരം എറണാകുളം ജില്ലയിൽ. എറണാകുളം ജില്ലയിലാണ് വെസ്റ്റ് നൈൽ പനി ബാധിച്ചുള്ള ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തത്. അടുത്ത ചോദ്യം, സംസ്ഥാന ഭവന നിർമ്മാണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ദേശീയ ഹൗസിംഗ് പാർക്ക് പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? സംസ്ഥാന ഭവന നിർമ്മാണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ദേശീയ ഹൗസിംഗ് പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ വാഴമുട്ടത്ത്. തിരുവനന്തപുരം ജില്ലയിലെ വാഴമുട്ടത്താണ് സംസ്ഥാന ഭവന നിർമ്മാണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ദേശീയ ഹൗസിംഗ് പാർക്ക് പദ്ധതി നിലവിൽ വരുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ എയ്റോസ്പേസ് സ്റ്റാർട്ടപ്പ് ഏതാണ്? കേരളത്തിലെ ആദ്യ എയ്റോസ്പേസ് സ്റ്റാർട്ടപ്പ് ഏതാണ്? ഉത്തരം ഐ എയ്റോ സ്കൈ. ഐ എയ്റോ സ്കൈ ആണ് കേരളത്തിലെ ആദ്യ എയ്റോസ്പേസ് സ്റ്റാർട്ടപ്പ്. അടുത്ത ചോദ്യം, ഐ എയ്റോ സ്കൈ വികസിപ്പിച്ച ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ്? കേരളത്തിലെ ആദ്യ എയ്റോസ്പേസ് സ്റ്റാർട്ടപ്പാണ് ഐ എയ്റോസ്പേസ്. ഐ എയ്റോസ്പേസ് വികസിപ്പിച്ച ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹം ഏതെന്നാണ് അടുത്ത ചോദ്യം. ഉത്തരം നമ്പിസാറ്റ് 1. നമ്പിസാറ്റ് 1. അടുത്ത ചോദ്യം, ചിഹ്നഗ്രഹം 33928 ചിഹ്നഗ്രഹം 33928 അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര സംഘടന ഏത് മലയാളി ശാസ്ത്രജ്ഞൻ്റെ പേരാണ് നൽകിയിരിക്കുന്നത്? ചിഹ്നഗ്രഹമായ 33928 അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര സംഘടന ഏത് മലയാളി ശാസ്ത്രജ്ഞൻ്റെ പേരാണ് നൽകിയിരിക്കുന്നതെന്നാണ് ചോദ്യം. ഉത്തരം അശ്വിൻ ശേഖർ. അശ്വിൻ ശേഖർ എന്ന മലയാളി ശാസ്ത്രജ്ഞൻ്റെ പേരാണ് ചിഹ്നഗ്രഹം 33928 നൽകിയിരിക്കുന്നത്. അടുത്ത ചോദ്യം, ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് തൊഴിൽ മേഖലകളിൽ പ്രാതിനിധ്യം ഉറപ്പിക്കുന്നതിനായി കേരള സാമൂഹ്യ നീതി വകുപ്പ് ആവിഷ്കരിക്കുന്ന പദ്ധതിയുടെ പേര്? ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് തൊഴിൽ മേഖലകളിൽ പ്രാതിനിധ്യം ഉറപ്പിക്കുന്നതിനായി കേരള സാമൂഹ്യ നീതി വകുപ്പ് ആവിഷ്കരിക്കുന്ന പദ്ധതിയുടെ പേരാണ് യത്നം. യത്നം എന്നാണ് പദ്ധതിയുടെ പേര്. അടുത്ത ചോദ്യം, കേരള സർക്കാർ സ്വാതന്ത്ര്യ സമര പെൻഷൻ എത്ര രൂപയായിട്ടാണ് അടുത്ത സമയത്ത് വർദ്ധിപ്പിച്ചത്? കേരള സർക്കാർ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ള പെൻഷൻ എത്ര രൂപയായിട്ടാണ് വർദ്ധിപ്പിച്ചത്?
ഉത്തരം 14,080 രൂപയായിട്ടാണ് വർദ്ധിപ്പിച്ചത്. 14,080 രൂപ. അടുത്ത ചോദ്യം, ആതുര ശുശ്രൂഷ രംഗത്തെ മികവിന് നൽകുന്ന ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരം 2023 നേടിയ മലയാളി നഴ്സ് ആരാണ്? ആതുര ശുശ്രൂഷ രംഗത്തെ മികവിന് നൽകുന്ന ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരം 2023 നേടിയ മലയാളി. ഉത്തരം AR ഗീത. AR ഗീതയ്ക്കാണ് ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരം 2003 ലഭിച്ചത്. അടുത്ത ചോദ്യം, പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ ഹാജർ, പഠന പുരോഗതി എന്നിവ രക്ഷിതാക്കൾ അറിയാനും വിദ്യാലയങ്ങളുമായുള്ള സമ്പർക്കത്തിനുമായി തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരെന്താണ്? പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ ഹാജർ, പഠന പുരോഗതി എന്നിവ രക്ഷിതാക്കൾ അറിയാനും വിദ്യാലയങ്ങളുമായുള്ള സമ്പർക്കത്തിനുമായി തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേര് സമ്പൂർണ്ണ പ്ലസ്. സമ്പൂർണ്ണ പ്ലസ്. അടുത്ത ചോദ്യം, സ്വാഭാവിക റബ്ബറിൻ്റെ വിപണനത്തിന് റബ്ബർ ബോർഡ് ഒരുക്കിയിട്ടുള്ള ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമിൻ്റെ പേര്. സ്വാഭാവിക റബ്ബറിൻ്റെ വിപണനത്തിന് റബ്ബർ ബോർഡ് ഒരുക്കിയിട്ടുള്ള ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമിൻ്റെ പേര്. ഉത്തരം M-Robi. M-Robi. അടുത്ത ചോദ്യം, മത്സ്യത്തിൽ മായം കലർത്തുന്നത് കണ്ടെത്തുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതി. മത്സ്യത്തിൽ മായം കലർത്തുന്നത് കണ്ടെത്തുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതി ഓപ്പറേഷൻ മത്സ്യ. ഓപ്പറേഷൻ മത്സ്യ. അടുത്ത ചോദ്യം, കേരളത്തിലെ പുതിയ ചീഫ് സെക്രട്ടറിയായി നിയമിതനായ വ്യക്തി. കേരളത്തിലെ പുതിയ ചീഫ് സെക്രട്ടറിയായി നിയമിതനായ വ്യക്തി ഡോക്ടർ വി വേണു. ഡോക്ടർ വി വേണു. അടുത്ത ചോദ്യം, കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ആര്? കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ആര്? ഉത്തരം HS പ്രണോയ്. HS പ്രണോയ്. അടുത്ത ചോദ്യം, ഏത് രാജ്യമാണ് 2023 ജൂണിൽ തങ്ങളുടെ പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ ആദരിച്ചത്? ഏത് രാജ്യമാണ് 2023 ജൂണിൽ തങ്ങളുടെ പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ ആദരിച്ചത്? ഉത്തരം സുരിനാം. ഉത്തരം സുരിനാം. അടുത്ത ചോദ്യം, 2023 ഉദ്ഘാടനം ചെയ്യപ്പെട്ട അമർജ്യോതി സ്മാരകം ഏത് സംസ്ഥാനത്താണ്? 2023 ഉദ്ഘാടനം ചെയ്യപ്പെട്ട അമർജ്യോതി സ്മാരകം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം തെലങ്കാന. തെലങ്കാനയിലാണ് അമർജ്യോതി സ്മാരകം. അടുത്ത ചോദ്യം, അനധികൃത കന്നുകാലി കടത്തൽ തടയുന്നതിന് പ്രത്യേക വെബ് പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? അനധികൃത കന്നുകാലി കടത്തൽ തടയുന്നതിന് വേണ്ടി പ്രത്യേക വെബ് പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം ആസാം. ആസാമാണ് അനധികൃതമായ കന്നുകാലി കടത്തൽ തടയുന്നതിന് പ്രത്യേക വെബ് പോർട്ടൽ ആരംഭിച്ചത്. അടുത്ത ചോദ്യം, ഏത് സംസ്ഥാനത്തെ ജയിലുകൾക്കാണ് സുധാർ ഗൃഹ് എന്ന പേര് നൽകുന്നത്? ഏത് ഗൃഹത്തെ ജയിലുകൾക്കാണ് സംസ്ഥാന സർക്കാർ സുധാർ ഗൃഹ് എന്ന പേര് നൽകിയത്? ഉത്തരം ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലെ ജയിലുകൾക്കാണ് സംസ്ഥാന സർക്കാർ സുധാർ ഗൃഹ് എന്ന പേര് നൽകിയത്. അടുത്ത ചോദ്യം, കേന്ദ്ര ജലശക്തി വകുപ്പ് നൽകി വരുന്ന 4ാമത് ദേശീയ ജല അവാർഡ് നേടിയ സംസ്ഥാനം ഏതാണ്? കേന്ദ്ര ജലശക്തി വകുപ്പ് നൽകി വരുന്ന 4ാമത് ദേശീയ ജല അവാർഡ് നേടിയ സംസ്ഥാനം. ഉത്തരം മധ്യപ്രദേശ്. ഉത്തരം മധ്യപ്രദേശ്. അടുത്ത ചോദ്യം, എവറസ്റ്റ് കീഴടക്കിയ ആദ്യ തമിഴ് വനിത ആരാണ്? എവറസ്റ്റ് കീഴടക്കിയ ആദ്യ തമിഴ് വനിത. ഉത്തരം മുത്തമിഴ് സെൽവി. മുത്തമിഴ് സെൽവിയാണ് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ തമിഴ് വനിത. അടുത്ത ചോദ്യം, പത്മ പുരസ്കാര ജേതാക്കൾക്ക് പ്രതിമാസം 10,000 രൂപ പെൻഷൻ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? പത്മ പുരസ്കാര ജേതാക്കൾക്ക് പ്രതിമാസം 10,000 രൂപ പെൻഷൻ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം ഹരിയാന. ഉത്തരം ഹരിയാന. അടുത്ത ചോദ്യം, സംസ്ഥാന ഹൈഡ്രോഗ്രാഫിക് സർവേ വിഭാഗം രൂപം നൽകിയ ഡിജിറ്റൽ ഭൂപടത്തിൻ്റെ പേര്. സംസ്ഥാന ഹൈഡ്രോഗ്രാഫിക് സർവേ വിഭാഗം രൂപം നൽകിയ ഡിജിറ്റൽ ഭൂപടത്തിൻ്റെ പേര് ജലനേത്ര. ജലനേത്ര എന്നാണ് സംസ്ഥാന ഹൈഡ്രോഗ്രാഫിക് സർവേ വിഭാഗം രൂപകൽപ്പന നൽകിയ ഡിജിറ്റൽ ഭൂപടത്തിൻ്റെ പേര്. അടുത്ത ചോദ്യം, മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗറിൻ്റെ പേര്
മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗറിൻ്റെ പുതിയ പേരെന്താണ്? മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗറിൻ്റെ പുതിയ പേര് ഉത്തരം അഹല്യ നഗർ. ഉത്തരം അഹല്യ നഗർ. അടുത്ത ചോദ്യം, റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് മേധാവിയായി ചുമതല ഏറ്റെടുത്തത് ആരാണ്? റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് റോയുടെ മേധാവിയായി ചുമതല ഏറ്റെടുത്തത് ആരാണ്? ഉത്തരം രവി സിൻഹ. ഉത്തരം രവി സിൻഹ. അടുത്ത ചോദ്യം, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച INS കിർപാൻ സമ്മാനിച്ചത് ഏത് രാജ്യത്തിനാണ്? ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച INS കിർപാൻ സമ്മാനിച്ചത് ഏത് രാജ്യത്തിനാണ്? ഉത്തരം വിയറ്റ്നാം. വിയറ്റ്നാമിനാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച INS കിർപാൻ സമ്മാനമായി നൽകിയത്. അടുത്ത ചോദ്യം, 2023-24 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച അനീമിയ നിർമ്മാർജ്ജന പദ്ധതിക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചത് ഏത് സംസ്ഥാനത്താണ്? 2023-24 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച അനീമിയ നിർമ്മാർജ്ജന പദ്ധതിക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം മധ്യപ്രദേശ്. മധ്യപ്രദേശിലാണ് 2023-24 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച അനീമിയ നിർമ്മാർജ്ജന പദ്ധതിക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചത്. അടുത്ത ചോദ്യം, മണിപ്പൂർ കലാപം അന്വേഷിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് നിയമിച്ച കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? മണിപ്പൂർ കലാപം അന്വേഷിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് നിയമിച്ച കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ഉത്തരം അജയ് ലാംബ. ഉത്തരം അജയ് ലാംബ. അടുത്ത ചോദ്യം, 2023 കേന്ദ്ര സർക്കാർ നെല്ലിൻ്റെ താങ്ങുവില കൂട്ടി. അത് പ്രകാരം ഒരു ക്വിൻ്റൽ സാധാരണ നെല്ലിൻ്റെ താങ്ങുവില എത്രയാണ്? 2023 കേന്ദ്ര സർക്കാർ നെല്ലിൻ്റെ താങ്ങുവില കൂട്ടിയിരുന്നു. ഇത് പ്രകാരം ഒരു ക്വിൻ്റൽ സാധാരണ നെല്ലിൻ്റെ താങ്ങുവില എത്രയാണ്? ഉത്തരം 2183 രൂപ. 2183 രൂപ. അടുത്ത ചോദ്യം, 2023 ജൂണിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിൻ്റെ പേര്. 2023 ജൂണിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിൻ്റെ പേര്. ഉത്തരം ബിപോർജോയ്. ബിപോർജോയ് എന്നാണ് 2023 ജൂണിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിൻ്റെ പേര്. അടുത്ത ചോദ്യം, ഉപഭോക്താക്കളുടെ വിവിധ ബാങ്കിംഗ് ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും സുഗമമാക്കുന്നതിനും വേണ്ടി പ്രോജക്റ്റ് കുബേർ എന്ന പദ്ധതി ആരംഭിച്ച ബാങ്ക് ഏതാണ്? പ്രോജക്റ്റ് കുബേർ എന്ന പദ്ധതി ആരംഭിച്ച ബാങ്ക്. ഉത്തരം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് പ്രോജക്റ്റ് കുബേർ എന്ന പദ്ധതി ആരംഭിച്ചത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കമ്പനി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കമ്പനിയാണ് HDFC. HDFC ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കമ്പനി. അടുത്ത ചോദ്യം, ലോക സാമ്പത്തിക ഫോറം പുറത്തിറക്കിയ ലിംഗസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. ലോക സാമ്പത്തിക ഫോറം പുറത്തിറക്കിയ ലിംഗസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 127. 127ാം സ്ഥാനത്താണ് ലോക സാമ്പത്തിക ഫോറം പുറത്തിറക്കിയ ലിംഗസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. അടുത്ത ചോദ്യം, 2023 ഗാന്ധി സമാധാന പുരസ്കാരം നേടിയത് 2023 ഗാന്ധി സമാധാന പുരസ്കാരം നേടിയത് ഗീതാ പ്രസ്സിന്. ഗീതാ പ്രസ്സിനാണ് 2023 ഗാന്ധി സമാധാന പുരസ്കാരം നേടിയത്. അടുത്ത ചോദ്യം, ബർമിംഗ്ഹാം സിറ്റി സർവകലാശാലയുടെ ഓണററി ഡോക്ടറേറ്റ് നേടിയ ഇന്ത്യൻ സംഗീതജ്ഞൻ ആരാണ്? ബർമിംഗ്ഹാം സിറ്റി സർവകലാശാലയുടെ ഓണററി ഡോക്ടറേറ്റ് നേടിയ ഇന്ത്യൻ സംഗീതജ്ഞൻ. ഉത്തരം ശങ്കർ മഹാദേവൻ. ഉത്തരം ശങ്കർ മഹാദേവൻ. അടുത്ത ചോദ്യം, 2023 37ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി എവിടെയായിരുന്നു? 2023 37ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി ഗോവയിലായിരുന്നു. മോഗ എന്ന കാട്ടുപോത്തായിരുന്നു 37ാമത് ദേശീയ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം. മോഗ എന്ന കാട്ടുപോത്തായിരുന്നു 37ാമത് ഗോവ ദേശീയ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം. അടുത്ത ചോദ്യം, ഐക്യരാഷ്ട്ര സംഘടനയുടെ 28ാമത് വാർഷിക കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിക്ക് വേദിയായ സ്ഥലം. ഐക്യരാഷ്ട്ര സംഘടനയുടെ 28ാമത് വാർഷിക കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിക്ക് വേദിയായ സ്ഥലം ദുബായ്. ദുബായിൽ വെച്ചാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ 28ാമത് വാർഷിക കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി നടന്നത്. അടുത്ത ചോദ്യം, അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മഞ്ഞുമലയിൽ ഇടിച്ച് 1912 തകർന്നുപോയ ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടങ്ങൾ കാണാനായി പോയ ഏത് പേടകമാണ് 2023 ജൂണിൽ പൊട്ടിത്തെറിച്ചത്? അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മഞ്ഞുമലയിൽ ഇടിച്ച് 1912 തകർന്നുപോയ ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടങ്ങൾ കാണാൻ പോയ ഏത് പേടകമാണ് 2023 പൊട്ടിത്തെറിച്ചത്? ഉത്തരം ടൈറ്റൻ. ടൈറ്റൻ ആണ് പൊട്ടിത്തെറിച്ചത്. നോവ കാക്കേവുക അണക്കെട്ട് ഏത് രാജ്യത്താണ്?
നോവാകാക്കേവ്ക അണക്കെട്ട് ഏത് രാജ്യത്താണ്? ഉത്തരം ഉക്രൈൻ. ഉക്രൈനിലാണ് നോവാകാക്കേവ്ക എന്ന അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ തകർക്കപ്പെട്ട ഉക്രൈൻ്റെ അണക്കെട്ടാണ് നോവാകാക്കേവ്ക. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ തകർക്കപ്പെട്ട ഉക്രൈൻ്റെ അണക്കെട്ടാണിത്. അടുത്ത ചോദ്യം, റഷ്യയിലെ ആഭ്യന്തര സംഘർഷത്തിന് കാരണക്കാരായ വാഗ്നർ ഗ്രൂപ്പ് എന്ന കൂലിപ്പട്ടാളത്തിൻ്റെ തലവൻ ആരാണ്? റഷ്യയിലെ ആഭ്യന്തര സംഘർഷത്തിന് കാരണമായ വാഗ്നർ ഗ്രൂപ്പിൻ്റെ തലവൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം യാവ്ഗിനി പ്രഘോഷ് ആണ് വാഗ്നർ ഗ്രൂപ്പിൻ്റെ തലവൻ. അടുത്ത ചോദ്യം, വിമാനാപകടത്തിൽ ആമസോൺ കാടുകളിൽ അകപ്പെട്ട കുട്ടികളെ കണ്ടെത്തുന്നതിന് കൊളംബിയൻ സൈന്യം നടത്തിയ തിരച്ചിലിന് നൽകിയ പേരെന്താണ്? വിമാനാപകടത്തിൽ ആമസോൺ കാടുകളിൽ അകപ്പെട്ട കുട്ടികളെ കണ്ടെത്തുന്നതിന് വേണ്ടി കൊളംബിയൻ സൈന്യം നടത്തിയ തിരച്ചിലിന് നൽകിയ പേര് ഓപ്പറേഷൻ ഹോപ്പ്. അടുത്ത ചോദ്യം, 2019 രസതന്ത്ര നോബൽ ജേതാവും ലിഥിയം അയൺ ബാറ്ററികളുടെ സൃഷ്ടാക്കളിൽ ഒരാളുമായ വ്യക്തി 2023 ജൂണിൽ മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? 2019 രസതന്ത്ര നോബൽ ജേതാവും ലിഥിയം അയൺ ബാറ്ററികളുടെ സൃഷ്ടാക്കളിൽ ഒരാളുമായ വ്യക്തി 2023 ജൂണിൽ മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പേര് ജോൺ ഗുഡിനഫ് ആണ് 2019 രസതന്ത്ര നോബൽ സമ്മാന ജേതാവും ലിഥിയം അയൺ ബാറ്ററികളുടെ സൃഷ്ടാക്കളിൽ ഒരാളുമായ വ്യക്തി. അടുത്ത ചോദ്യം, നിർമ്മിത ബുദ്ധി ചാറ്റ്ബോട്ടായ GPT-യുടെ സ്ഥാപകനും സിഇഒയും ആരാണ്? നിർമ്മിത ബുദ്ധി ചാറ്റ്ബോട്ടായ GPT-യുടെ സ്ഥാപകനും സിഇഒയും ആരാണ്? ഉത്തരം സാം ആൾട്ട്മാൻ. അടുത്ത ചോദ്യം, ഗ്രീൻ ഹൈഡ്രജൻ സംരംഭങ്ങൾക്കായുള്ള സംസ്ഥാന നോഡൽ ഏജൻസിയായി സർക്കാർ നാമനിർദ്ദേശം ചെയ്ത സ്ഥാപനം. ഗ്രീൻ ഹൈഡ്രജൻ സംരംഭങ്ങൾക്കായുള്ള സംസ്ഥാന നോഡൽ ഏജൻസിയായി സർക്കാർ നാമനിർദ്ദേശം ചെയ്ത സ്ഥാപനം അനേർട്ട്. അനേർട്ടിനെയാണ് സർക്കാർ നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത്.